മോനെ ഒരു രക്ഷയില്ല. ഹായ്, വെൽക്കം ടു മിസ്റ്റർ യാത്രികൻ. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ഏഞ്ചക്കിലുള്ള ബാർബിക്യൂ നേഷനിലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ്റെ മകളുണ്ട്, പിന്നെ ചേട്ടത്തിയുണ്ട്. സോ നമുക്ക് നേരെ ബാർബിക്യൂ നേഷൻ്റെ അകത്ത് പോകാം. തിരുവനന്തപുരം ഏഞ്ചക്കിലുള്ള ബാർബിക്യൂ നേഷനിലാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ അകത്ത് കയറി നമ്മളിരിക്കുന്ന ടേബിളിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ കാണും. അതൊരു വേസ്റ്റ് ബിന്ന് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു കാരണവശാലും വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലമല്ല അത്. അതാണ് നമ്മുടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഗ്രില്ല് സെറ്റ് ചെയ്യുന്ന സ്ഥലം. അതൊരു വ്യത്യസ്തമായ ടേബിളാണ്. അതിനകത്ത് നമ്മളെ ഗ്രില്ല് സെറ്റ് ചെയ്യും. ആദ്യമായിട്ട് അവരൊരു സ്വീറ്റ് സ്റ്റാർട്ടർ കൊണ്ടുവരും. അടുത്ത് നമ്മൾ കാത്തിരുന്ന സാധനം വരും. ബാർബിക്യൂ ചെയ്യാനുള്ള ഐറ്റംസ് വരും. ഇത് ചിക്കൻ്റെ ഒരു 3 വെറൈറ്റീസ് ഉണ്ട്, 3-4 വെറൈറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രോൺസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നെമ്മീനുണ്ട്. ഇത്രയും സാധനം നമുക്ക് ബാർബിക്യൂ ചെയ്ത് കഴിക്കാം. ഒരു കാര്യം ഓർക്കുക, നമ്മൾ തന്നെയാണ് ഇതിനെ കറക്റ്റ് തിരിച്ചൊക്കെ ഇടേണ്ട. ആരും വരത്തില്ല. നമ്മളത് ചെയ്തിട്ടില്ല എന്നുണ്ട് എങ്കിൽ സംഭവം കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, മറക്കരുത്. അത് റെഡിയാവുന്നതിൻ്റെ ഗ്യാപ്പിൽ തന്നെ അവരൊരു ചിക്കൻ്റെ ലെഗ് പീസ് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നു. ഇതൊരു അപാര ടേസ്റ്റായിരുന്നു. അടുത്തൊരു മട്ടൺ സ്റ്റൂ കൊണ്ടുവന്നു. പിന്നെ സോസേജുകൾ കൊണ്ടുവന്നു, മയോണൈസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ മറ്റൊരു സോസ്, അതിൻ്റെ പേര് മറന്നുപോയി. സാധനം വേവാതെ കാത്തിരുന്ന് ചേട്ടത്തി മൊബൈലിൽ കളി തുടങ്ങി. ഞാനും ഇക്കായി ഒരു സൈഡിൽ ഇരുന്ന് ഒരേ പൊരുപ്പ്, കാരണം വയറ് നന്നായിട്ട് കത്തുന്നുണ്ടേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്രോൺസ് തന്നെ എടുക്കുകയാണ്. പ്രോൺസ് തന്നെ ട്രൈ ചെയ്യുന്നു. ഞാൻ ചിക്കനിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ ടിക്കയാണ് എടുത്തത്. ടിക്ക എടുത്തു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടൈറ്റാണ് കേട്ടോ. അതിൽ നിന്ന് വരുവാനായിട്ട് നല്ല ടൈറ്റാണ്. കാരണം നന്നായിട്ട് ഫ്രൈ ആയാൽ പെട്ടെന്ന് ഒരു ഫ്രൈ കുറവാണെങ്കിൽ കുറച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണത്. എന്ന് പറഞ്ഞാലും ഷവായിയും അൽഫാമും അല്ല, അതെല്ലാം കൂടി ചേരുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. തന്തൂരിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ രണ്ടാമത് ഞാൻ കൊഞ്ചെടുത്തു. കൊഞ്ച് ഒരു പീസ് എടുത്തുള്ളൂ, കാരണം വേവാനുണ്ട്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. കൊഞ്ചിൻ്റെ കൂടെ കുറച്ച് മയോണൈസ് കൂടെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മയോണൈസ് കൂടെ ഇതിൽ നിന്ന് ഞാൻ എടുത്തു. മയോണൈസാണ് നമ്മുടെ ഫേവറേറ്റ് സാധനം. മയോണൈസിൻ്റെ കൂടെ കൊഞ്ച് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട്. കൊഞ്ചൊരു രക്ഷയില്ല കേട്ടോ. കൊഞ്ചൊരു രക്ഷയില്ലാത്ത സൂപ്പർ ടേസ്റ്റായിരുന്നു. നമ്മുടെ വാവയ്ക്കും ഇഷ്ടപ്പെട്ടു, വാവയ്ക്കും കൊടുത്തു. അടുത്തത് ചേട്ടത്തിയുടെ ഊഴമാണ്. ചേട്ടത്തിക്ക് ഫിഷാണ് കൊടുത്തത്. നെമ്മീൻ്റെ ബാർബിക്യൂ ചെയ്താണ് കൊടുത്തത്. ചേട്ടത്തിക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ചേട്ടത്തി എങ്ങനെയുണ്ട്? കൊള്ളാമെന്ന് തന്നെയാണ് ചേട്ടത്തിൻ്റെ അഭിപ്രായം. ബാർബിക്യൂ തീർന്നെന്ന് കഴിഞ്ഞാൽ വിഷമിക്കണ്ട കേട്ടോ. വീണ്ടും ഒരു ഫില്ല് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള സാധനം പറഞ്ഞാൽ മതി. കൊഞ്ച് വേണമെങ്കിൽ കൊഞ്ച്, മീൻ വേണമെങ്കിൽ മീൻ, അതുപോലെ തന്നെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, ഏതാണോ നമ്മൾ പറയുന്ന ഐറ്റം അവർ ഫില്ല് ചെയ്ത് തരും. എത്ര തവണ കഴിക്കാം, മതി വരുന്നവരെ കഴിക്കാം. ഇതെല്ലാം കാണുമ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കും. കഴിഞ്ഞിട്ടില്ല, സംഭവം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നേരെ നമ്മൾ ബഫറ്റിലോട്ട് പോയി. ഇവിടെ ആദ്യം ഉള്ളത് ചിക്കൻ്റെ സൂപ്പാണ്. ചിക്കൻ സൂപ്പിൽ നമ്മൾ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. ചിക്കൻ ദം ബിരിയാണിന്ന് ഒരല്പം എടുത്തു. നല്ല സ്പൈസി ആയിട്ട് നല്ല വേവുള്ള ചോറാണത്. സോ അതിൽ നിന്ന് തന്നെ കുറച്ച് ചിക്കൻ ദം ബിരിയാണി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുള്ളത് ഒരൊറ്റ പാത്രത്തിൽ തന്നെ 2 ഇതായിട്ടാണ് വെച്ചിട്ടുള്ളത്. മട്ടൻ കറിയും അപ്പുറത്തുള്ളത് ചിക്കൻ കടായിയുമാണ്. നമ്മൾ മട്ടൻ കറിയിൽ നിന്ന് കുറച്ചെടുത്തു. ചിക്കൻ്റെ ഒരുപാട് ഡിഷസ് കഴിച്ചതുകൊണ്ട് ഇനി ചിക്കൻ എടുക്കുന്നില്ല. മട്ടനിൽ നിന്ന് ഒരല്പം എടുത്തു. മട്ടൻ്റെ ആകെപ്പാട് ഇവിടെ നിന്ന് ഈ ഒരു വെറൈറ്റി മാത്രമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. അടുത്ത് വന്നിട്ട് ഫിഷ് കറിയും അപ്പുറത്ത് എഗ് മസാലയാണ്. ഫിഷ് കറി നെമ്മീൻ്റെയാണ്. നെമ്മീൻ വലിയ താല്പര്യമില്ലാത്തതിന് എടുത്തില്ല. എഗ് മസാലയിൽ നിന്ന് ഒരു എഗ്ഗിൻ്റെ ഒരു പീസ് എടുത്തു. അത് കഴിഞ്ഞ് അടുത്തുള്ളത് നമുക്ക് ഫ്രൈ ചെയ്ത മുളകുണ്ട്, പപ്പടമുണ്ട്, ലൈമിൻ്റെ പീസുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. നാരങ്ങ അച്ചാറിന് ഒരല്പം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് സ്പ്രിങ് ഓണിയൻ നൂഡിൽസും, തൊട്ടപ്പുറത്ത് ഗാർലിക് സോസേജാണ്, വെജ് ഗാർലിക് സോസേജുമാണ്. ഇതിൽ നമ്മൾ എടുക്കുന്നില്ല. രണ്ടും വലിയ താല്പര്യമില്ലാത്ത വിഷയങ്ങളായതുകൊണ്ട് തന്നെ എടുക്കുന്നില്ല. അടുത്ത് വന്നിട്ട് ഇതൊരു കോഫ്റ്റയാണ് കേട്ടോ. മിക്സ് വെജ് കോഫ്റ്റയും അപ്പുറത്തുള്ളത് കപ്പ മസാലയാണ്. കപ്പ മസാലയിൽ നിന്ന് കുറച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് വെജ് മക്കായിയും വെജ് ബട്ടർ മസാലയാണ്. ഇത് വെച്ച് മക്കായിയാണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം വെജ് മക്കായി. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല. എല്ലാം കൂടി ആകുമ്പോഴേ വയറ് ഫുള്ളോ, അതുകൊണ്ട് തന്നെ എടുത്തില്ല. ഇതൊരു വെജ് ദം ബിരിയാണിയാണ്. വെജ് ദം ബിരിയാണിയിൽ
ഒരല്പം ടേസ്റ്റിന് വേണ്ടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരല്പം എടുത്തു. അത് കഴിഞ്ഞിട്ട് ദാലാണ്, പരിപ്പിൻ്റെ ദാൽ കറിയാണ് എടുത്തില്ല. പിന്നെ പ്ലെയിൻ ചോറുണ്ട്, അങ്ങനെയുള്ളവർക്ക് പ്ലെയിൻ ചോറ് കഴിക്കാം താല്പര്യമുള്ളവർക്ക്. പിന്നെ ഇത് വന്നിട്ട് ടൊമാറ്റോ ദാൽക്ക ഷാർബ എന്ന് പറയും, പക്ഷേ രസമാണ്, പച്ച മലയാളത്തിൽ രസം. അതിനാണ് ഇത്രയും സംഭവങ്ങൾ. അടുത്ത് നമ്മളെ സ്വീറ്റി സെക്ഷനിലോട്ട് പോയി. ഇവിടെ കേക്കുണ്ട്, പൈനാപ്പിൾ പാസ്ട്രിയാണ്, പിന്നെ ചോക്ലേറ്റ് പാസ്ട്രി ഉണ്ട്. എല്ലാത്തിൽ നിന്നും ഓരോ പീസ് എടുത്ത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു സോസല്ല, ഇതൊരു ക്രീമിയാണ്, ഇതിന് കുറച്ചെടുത്തു. പിന്നെ കേക്കുണ്ട്, അതിൽ നിന്ന് ഒരു നോൺ വെജ് കേക്കാണ്, നോൺ വെജ് ചോക്ലേറ്റ് ബ്രൗണിയാണ്, ഇതിനൊരു പീസ് എടുത്തു. പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ പീസുണ്ട്. ഇത് വന്നിട്ട് തണ്ണിമത്തനാണ്, തണ്ണിമത്തൻ്റെ ഒരു പീസ് എടുത്തു. പിന്നെ പപ്പായയുടെ ഒരു പീസ്. ഇത് വേറൊരു ടൈപ്പ്, ഓരോ ടൈപ്പ് ക്രീമി സാധനങ്ങളാണ്, അതിൽ നിന്ന് ഓരോ പീസുകൾ എടുത്തു. ഇത് അടുത്ത കൗണ്ടറിലോട്ട് പോവാം. ഇവിടെ വന്നിട്ട് ഗുലാബ് ജാമുണ്ട്, അതുപോലെ തന്നെ കടല പായസത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ളത്, അതാണ് രണ്ടാമത്തേതിലിരിക്കുന്നത്. പിന്നെ അങ്ങറ്റം സേമിയ പായസമുണ്ട്, അതിൽ നിന്ന് ഒരല്പം എടുത്തു. പിന്നെ നേരെ ഐസ്ക്രീം കൗണ്ടറിലോട്ട് വന്നു. ഐസ്ക്രീം കൗണ്ടറിൽ വെനിലയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ വെനിലയിൽ നിന്നും ഒരു പീസ് എടുത്തു, സ്ട്രോബെറിയിൽ നിന്നും ഒരു പീസ് എടുത്തു. നമുക്ക് ചേട്ടൻ്റെ അഭിപ്രായം ചോദിച്ചു എങ്ങനെയുണ്ട്? നോൺ വെജ് ബ്രൗണികളാണ്, കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ ഒച്ചതി പറഞ്ഞേ. പേസ്ട്രീസ് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ അത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് ക്രീമും ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിളൂടെ ഒരു ഭാവിയുണ്ട് കേട്ടോ. ഇത് പൈനാപ്പിളാണ്. കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. കുറച്ചുകൂടി എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ചോക്ലേറ്റ് ആയിരിക്കും. ചോക്ലേറ്റ് ഇത് ടേസ്റ്റ് നല്ലതാണ്, എനിക്ക് അത്ര ഇഷ്ടം ചോക്ലേറ്റ് ആയതുകൊണ്ടാണ്. അടുത്ത് കുൽഫിയുടെ സെക്ഷനിൽ പോയി. കുൽഫിയിൽ ഒരു മാംഗോ കുൽഫി എടുത്തു. അതിൽ കുറച്ച് അവരുടെ ഫ്ലേവർ സംഭവങ്ങളൊക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്തു, എല്ലാം കൂടി ചേർത്തിട്ട്. അതും ഒരു പൊളി ഐറ്റമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാംഗോ കുൽഫിക്ക് ശേഷം ഞാനൊരു ചോക്ലേറ്റ് കുൽഫി മേടിച്ചു. സംഭവം വൻ പരാജയമായിരുന്നു. ആകെ മൊത്തത്തിൽ ബാർബിക്യൂ നേഷൻ ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഒരു സാധാരണക്കാരന് 629 രൂപ കൊടുത്ത് ഡെയിലി കഴിക്കുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ്. സോ ഇതൊക്കെ ഒരു ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് കഴിച്ചു നോക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ബാർബിക്യൂ നേഷൻ. അങ്ങനെ മാത്രം ചൂസ് ചെയ്യുക. ഇത് തിങ്കളും ചൊവ്വയും മാത്രമാണ് 629 രൂപ, അല്ലാത്ത ദിവസങ്ങളിൽ 899 രൂപയാണ് ചാർജ് വരുന്നത്. സോ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾ പോകുന്നതായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇനി ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ഫുഡ് വ്ളോഗ് അവസാനിക്കുകയാണ്. മനോഹരമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങളും സ്ഥലങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ കൂടി ചെയ്യുക. എനിവേ ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹിർ കബീർ. ഗുഡ് ബൈ.